ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന മോരുകറിയാണ്, കുമ്പളങ്ങ മോരുകറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇത് കണ്ടോ, 2-3 ദിവസമൊക്കെ നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മറക്കല്ലേ. നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത് മോരുകറിയാണ്, കുമ്പളങ്ങ കൊണ്ടുള്ള മോരുകറിയാണ് നമ്മൾ വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 200 ഗ്രാം കുമ്പളങ്ങ നമ്മൾ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറേ വെള്ളം ഒഴിക്കണ്ട. നമ്മളൊരു ചട്ടി എടുത്തിട്ട് നമുക്ക് കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചതച്ച് കൊണ്ടുവന്നത് ഈ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചാണ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം മതി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കിടന്ന് വേവട്ടെ. നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു 1/2 ലിറ്റർ തൈരൊക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. നോക്കിനി തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല മഴയാണ് കേട്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മോരുകറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. തൈര് ഒഴിച്ച് കൊടുക്കാം. നമ്മളൊന്ന് അടിച്ചെടുത്തതാണ്. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട്, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് കുറവാണ്, നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി താളിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.